ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന യൂണിറ്റിലെ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് എ സ്പീച്ച് ഡൺ ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡെ. ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ ഒരു സ്പീച്ചാണ് ഈ ചാപ്റ്റർ. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. ക്രിസ്റ്റ്യൻ ലഗാർഡെ ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്ററിൽ പറയുന്നത് വുമൺ എംപവർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എങ്ങനെയെല്ലാം അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സ്ത്രീകൾ അവരുടെ വിദ്യാഭ്യാസത്തിലും ജോലികളിലും ലീഡർഷിപ്പിലും ഈ മേഖലകളിലെല്ലാം സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നാണ് ഈ സ്പീച്ചിലൂടെ ഇവർ പറയുന്നത്. സോ നമുക്ക് ഈ സ്പീച്ചിലേക്ക് കടക്കാം. ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്റ്റ്യൻ ലഗാർഡെ പറയുകയാണ്, ഈ 21-ാം നൂറ്റാണ്ട് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചസ് എല്ലാം മറികടക്കാൻ നമ്മൾ നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും എല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത്. ഷീ ഐഡന്റിഫൈസ് ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോഡേൺ വേൾഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രെസ്സസിനെ കുറിച്ചും ഒരുപാട് പൊട്ടൻഷ്യൽ, ഓരോ കഴിവുകൾ ഉണ്ടായിട്ടും അവർക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ സൊസൈറ്റിയെ പേടിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. അക്കോർഡിംഗ് ടു ഹർ, വുമൺ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സ്പീക്കറായിട്ടുള്ള ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാരുടെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ലഭിക്കണം. പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ ടാലൻസ് ഒന്നും പുറത്തെടുക്കാൻ കഴിയുന്നില്ല. ബട്ട് ദർ ആർ 3 ways in which we can open the doors of opportunity for women. പക്ഷേ 3 വഴികളിലൂടെ അവരുടെ അവസരങ്ങളുടെ വാതിലുകൾ നമുക്ക് തുറക്കാൻ കഴിയും എന്നാണ് സ്പീക്കർ പറയുന്നത്. ദാറ്റ് ഈസ് ദ 3 L's ഓഫ് എംപവർമെന്റ്. അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന 3 L's ഓഫ് എംപവർമെന്റ്. ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ദാറ്റ് ഈസ് 3 L's. സോ ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഷീ ബിലീവ്സ് ഇൻ ദി പവർ ഓഫ് എഡ്യൂക്കേറ്റിംഗ് വിമൻ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. അതിലൂടെ അവർക്ക് അവരുടെ പവർ തിരിച്ചറിയാനും സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളുടെ ചെങ്ങലകൾ തകർക്കാനും അവരെ പ്രാപ്തരാക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു മാറ്റത്തിന്റെയും അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ വേൾഡ് പോപ്പുലേഷന്റെ പകുതിയും സ്ത്രീകളാണ്. പക്ഷേ എക്കണോമിക് ആക്ടിവിറ്റിയിൽ 50% താഴെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചില രാജ്യങ്ങളിലെ പെർ ക്യാപിറ്റ ഇൻകം കുറയുന്നതിനുള്ള മെയിൻ റീസൺ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല എന്നതാണ്. ഏതൊരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. അതിലൊരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ആൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നത് എങ്കിൽ നിങ്ങളൊരു മനുഷ്യനെയാണ് വാർത്തെടുക്കുക. പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നത് എങ്കിൽ നിങ്ങളൊരു ഗ്രാമത്തെ, ഒരു വില്ലേജിനെ തന്നെയാണ് വാർത്തെടുക്കുന്നത്. വിമൻസിന് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ലേബർ ഈസ് ദ സെക്കൻഡ്. സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ അവർക്ക് ജോലികൾ ചെയ്യാൻ കഴിയണം. അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, കഴിവുകൾ തിരിച്ചറിയാൻ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ലേബർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ജോലിയാകരുത്. അതായത് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പക്ഷേ അധിക പേരും വളരെ തുച്ഛമായ വേതനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന, ലോ സ്റ്റാറ്റസിലും കുറഞ്ഞ സെക്യൂരിറ്റിയുമുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. പുരുഷന്മാർ ഏൺ ചെയ്യുന്ന അത്രയും സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദാറ്റ് മീൻസ് ഒരേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അവർക്ക് 2 പേർക്കും ഒരേ ജോലിക്ക് തുല്യ വേതനം തന്നെ കിട്ടണം. അതിലെന്തിനാണ് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. സ്ത്രീകൾക്കും എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, മറിച്ച് എൻ്റയർ നാഷന് തന്നെ അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദെൻ ദ തേർഡ് ആസ്പെക്ട് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് കൂടുതൽ സ്ത്രീകൾ വരണം. കാരണം അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസ്, ടാലൻസ് എല്ലാം പുറത്തെടുക്കണമെങ്കിൽ അത് ലീഡർഷിപ്പിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം ചിന്തിച്ച് മാത്രമേ അവർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെയധികം പ്രൊമോട്ട് ചെയ്യേണ്ട ഒന്നാണ്.
വിമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. അവർ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും നിർബന്ധമായും പുറത്തു വരണം. അത് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയും എന്നാൽ മാത്രമേ അവർക്ക് ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡെ പറയുന്നത്. അല്ലാതെ എഡ്യൂക്കേഷനും ജോലിയും എല്ലാം ഉണ്ടായിട്ടും അവർ അവരുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാൽ ഒരു കാര്യവുമില്ല. സ്ത്രീകൾ അവരുടെ തന്നെ മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ. സ്ത്രീകൾ മാറാൻ തയ്യാറായാൽ അത് സൊസൈറ്റിയിലും മാറ്റമുണ്ടാക്കും. ആ മാറ്റം ഈ വേൾഡിൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ് ക്രിസ്റ്റ്യൻ ലഗാർഡെ ഈ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ദ 3 Ls ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.